السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ കബായിർ എന്ന കിതാബിൽ 40ഓളം അധ്യായങ്ങൾ നമ്മൾ വായിച്ചു. അൽഹംദുലില്ലാ. വൻപാപങ്ങൾ എന്നത് ഓരോ ക്ലാസ്സിലും സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം അകന്നു നിൽക്കേണ്ട, ഓടി അകലേണ്ട കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 41-ാമത്തെ അധ്യായം ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ബാബുൻ ഇസ്തിറാഉൻ നിഅമതി വൽ ഇസ്തിഖ്ഫാഫു ബിഹുറുമാതില്ലാഹ്. ഇസ്തിറാഉൻ നിഅമ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കൽ, അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയത് പവിത്രമാക്കിയത് നിസാരവൽക്കരിക്കൽ, അതിനെ വില കുറച്ച് കാണൽ. ഇത് രണ്ടും വൻപാപങ്ങളാണ് എന്ന് വിവരിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ല ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദലീലുകളൊന്നും ആ ഭാഗത്ത് ഇല്ല. ഈ കിതാബ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ഈ കിതാബിൻ്റെ നുസ്ഖയിൽ ഈ അധ്യായത്തിന് കീഴിൽ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ യാതൊരു തെളിവും കാണാൻ സാധിച്ചിട്ടില്ല. വല്ലാഹു അലം. അതിൻ്റെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഒന്നല്ലെങ്കിൽ ഇത് പകർത്തി എഴുതിയ സന്ദർഭത്തിൽ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, അതല്ലെങ്കിൽ ഷെയ്ഖ് റഹിമഹുല്ല ആ ഭാഗത്ത് തെളിവുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയും പിന്നീടത് വിട്ടുപോയതും ആയേക്കാം. ആ ഭാഗത്ത് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും മുന്നേ നമ്മൾ മനസ്സിലാക്കിയ അധ്യായങ്ങളിലൊക്കെ വന്നതുപോലെ ആയത്തും ഹദീസും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു കാണും, പക്ഷേ പിന്നീട് അത് മറന്നുപോയതായേക്കാം, അതല്ലെങ്കിൽ വിട്ടുപോയതായേക്കാം. നേരെ അടുത്ത അധ്യായത്തിലേക്ക് അദ്ദേഹം കടന്നതായിരിക്കാം. അല്ലാഹു അലം. ഏതായിരുന്നാലും ആ ഭാഗത്ത് കിതാബിൽ, ഈ അൽ കബായിർ എന്ന കിതാബിൽ തെളിവുകളൊന്നും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ചില തെളിവുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ബാബുൻ ഇസ്തിറാഉൻ നിഅമ. ഇസ്തിറാ എന്ന് പറഞ്ഞാൽ ഇഹ്തിഖാർ. ഇഹ്തിഖാർ എന്ന് പറഞ്ഞാൽ നിസാരവൽക്കരിക്കുക, ഒന്നിനും കൊള്ളാത്തതായി കണക്കാക്കുക. അതിനാണ് ഇസ്തിറാ എന്ന് പറയുക. ഇസ്തിറാഉൻ നിഅമ, അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കുക എന്നത് സഹോദരങ്ങളെ വൻപാപമാണ്. കാരണം ഒരു മുസ്ലിമിന് അത് അനുയോജ്യമല്ല. എന്തുകൊണ്ട് അനുയോജ്യമല്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏതൊരു അനുഗ്രഹവും
അതിന് നന്ദി കാണിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം. എന്നിരിക്കെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ഒരു മുസ്ലിം നിസാരവൽക്കരിക്കുക? അപ്പം അത് അനുഗ്രഹങ്ങളെ നിഷേധിക്കലാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹീമിൽ പറഞ്ഞതായി നമുക്ക് കാണാം, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങളുടെ റബ്ബിത നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, ലഅസീദന്നക്കും, നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും. വലഇൻ കഫർതും, ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ, ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കടുത്ത ശിക്ഷയാണ്. സഹോദരങ്ങളെ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിനോട് നന്ദികേട് കാണിക്കുക എന്നതാണ് കിട്ടിയ അനുഗ്രഹത്തെ വില കുറച്ച് കാണൽ, നിസാരവൽക്കരിക്കൽ. അതൊരിക്കലും നമുക്ക് പാടില്ല. കാരണം അത് വൻപാപങ്ങളിൽ പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് വൻപാപമായി തീർന്നത്? വല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കഠിനമായ ശിക്ഷ താക്കീത് ചെയ്തിട്ടുണ്ട്. അത് വൻപാപങ്ങളുടെ അടയാളമാണ്. ഒരു കാര്യം, ഒരു തെറ്റ് വൻപാപമാണ് എന്ന് തിരിച്ചറിയാനുള്ള അടയാളത്തിൽപ്പെട്ടതാണ് അല്ലാഹു ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യുക എന്നുള്ളത്. അതൊരു മുഅ്മിനിന് ഒരിക്കലും യോജിച്ചതല്ല. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരധ്യായമാണിത്. മുന്നേ എല്ലാ അധ്യായത്തെക്കുറിച്ചും ഇത് പറയാറുണ്ട്. ഓരോന്നും മുന്നേ പറഞ്ഞില്ലേ, പലതും നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും ഗുരുതരമായത്. കാരണം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനേകം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാലും നമുക്ക് പോരായ്മകളും പ്രശ്നങ്ങളും പരാതികളും ഒഴിഞ്ഞിട്ടില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതെത്ര ചെറുതായിട്ട് നമ്മുടെ കണ്ണിൽ നമുക്ക് തോന്നിയാലും അതെല്ലാം മഹത്തരമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്. അല്ലാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നതാണ് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്. അതിനുശേഷം അല്ലാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഓരോ അനുഗ്രഹങ്ങളും അതിന് പകരം വെക്കാൻ മറ്റെന്താണുള്ളത്? അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെങ്ങാനും നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. അതിനുമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് വാരിക്കോരി ചൊരിഞ്ഞ് നൽകിയിട്ടുണ്ട്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ വിശാലത, വ്യാപ്തി അറിയണമെങ്കിൽ നിൻ്റെ കണ്ണ് ഒരു സെക്കൻഡ് നീ ഒന്ന് അടച്ചു പിടിക്കുക. ഒരു സെക്കൻഡ് കണ്ണൊന്ന് അടച്ചു പിടിച്ചു നോക്കൂ. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? കൂരാക്കൂരി ഇരുട്ടാണ്. രണ്ട് കണ്ണുകൾ, ആ രണ്ട് കണ്ണുകൾ മാത്രം എടുത്താൽ എത്ര വലിയ അനുഗ്രഹത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതാണത്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ? വലിസാനൻ വശഫതൈൻ, രണ്ട് ചുണ്ടുകളും ഒരു നാവും നാം നൽകിയില്ലയോ? നോക്കൂ, 3 കാര്യങ്ങളാണ് അല്ലാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. രണ്ട് കണ്ണുകൾ, നമ്മുടെ ചുണ്ടുകൾ, നാവ്. ഈ 3 അനുഗ്രഹങ്ങൾ മാത്രം നമ്മൾ എടുത്തു നോക്കൂ. ഇത് 3ഉം ഇതിന് പകരമായി മറ്റെന്ത് നമുക്ക് തന്നാലും ഒരാളിത് പകരം കൊടുക്കുമോ? ഇല്ല. ആ 3 അനുഗ്രഹങ്ങൾ മാത്രം ഈ രൂപത്തിലാണ്. ബാക്കിയുള്ള ഓരോ അനുഗ്രഹങ്ങളും എന്താണ്, എത്ര മഹത്തരമാണ്. എന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കുന്ന, അതിന് നന്ദികേട് കാണിക്കുന്ന എത്ര ആളുകളാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏതൊരു അനുഗ്രഹങ്ങളും അതിനെ നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരിക്കലും അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നവരായി തീരരുത്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, ഉന്ദുറു ഇല മൻ അസ്ഫല മിൻകും. ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ഉന്ദുറു ഇല മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇല മൻ ഹുവ ഫൗഖക്കും. ഉന്ദുറു, നിങ്ങൾ നോക്കുക, മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. ദുനിയാവിൻ്റെ കാര്യത്തിൽ, ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. വല ചന്ദുറു ഇല മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത്, ഏറ്റവും നല്ലത് അതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അത് അനുഗ്രഹങ്ങളല്ലാതായി നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? നമ്മളെക്കാൾ മുകളിലേക്ക് നോക്കുമ്പോഴാണ്. ഭൗതികമായ സൗകര്യങ്ങൾ, സമ്പത്ത്, കച്ചവടം, വാഹനം, വീട്, പളവളപ്പുള്ള വസ്ത്രങ്ങൾ, അതുപോലെയുള്ള ഭൗതിക സൗകര്യങ്ങൾ, നമ്മൾ നമ്മുടെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിസ്സാരമായിട്ട് തോന്നും. എനിക്കെന്താ അള്ളാഹു ഒന്നും തരാത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക. നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിയാൽ, നമ്മളെക്കാൾ സൗകര്യങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കിയാൽ, പണ്ഡിതന്മാർ ഉദാഹരണമായി പറഞ്ഞു, നല്ല മുന്തിയ ഒരു വാഹനമുള്ള ഒരാളിലേക്ക് സാധാരണ ഒരു പഴകിയ ഒരു വാഹനമുള്ള ഒരാൾ നോക്കിയാൽ ഇയാളുടെ കയ്യിലുള്ള വാഹനം ഒന്നിനും കൊള്ളാത്തതായി അയാൾക്ക് തോന്നും. അള്ളാഹു എനിക്ക് എന്താണ് തന്നത്, എന്താണ് എൻ്റെ അവസ്ഥ, എന്നെ മാത്രം എന്താ അള്ളാഹു ഇങ്ങനെ ആക്കിയത് എന്നയാൾക്ക് തോന്നിപ്പോകും. അയാൾ മുന്തിയ വാഹനങ്ങളിലേക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള ആളുകളിലേക്കും നോക്കാതെ വാഹനമില്ലാത്ത ഒരാളിലേക്ക് നോക്കിയാൽ അയാൾക്ക് അങ്ങേയറ്റത്തെ സമാധാനം കിട്ടും. അള്ളാഹു എനിക്ക് ചെയ്തു തന്ന വലിയ നിഅമത്താണ് എന്ന് ബോധ്യപ്പെടും. പഴയതാണെങ്കിലും സൗകര്യങ്ങൾ കുറഞ്ഞതാണെങ്കിലും അള്ളാഹു എനിക്കിതെങ്കിലും നൽകിയല്ലോ എന്ന സന്തോഷത്തിലായിരിക്കും അയാൾ. കാരണം വാഹനമില്ലാത്ത ഒരാൾ, ചൂടുകാലത്ത് കാറില്ലാത്ത ഒരാൾ നടന്നു പോകുന്നത് കണ്ടാൽ ഈ കിട്ടിയത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ നമ്മുടേത് പഴയതാണ്, പുതിയതിലേക്ക് നോക്കിയിട്ട് കണ്ണും വീഴ്ച നിന്നാൽ അള്ളാഹു നമുക്കൊന്നും ചെയ്തു തരാത്തതുപോലെ തോന്നും. അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിസാരവൽക്കരിക്കലാണത്. ഇതേത് കാര്യത്തിലും നമ്മൾ എടുത്തു നോക്കൂ, ഏത് കാര്യത്തിലും. നല്ല വലിയ ബംഗ്ലാവിലേക്ക് നോക്കിയിട്ട് സാധാരണ ഒരു വീടുള്ള ഒരാൾ എന്തേ എനിക്ക് അള്ളാഹു അത് തന്നില്ല എന്ന് ചിന്തിച്ചാൽ അയാൾക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വില അയാൾക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ വീടില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളെ നോക്കിയാൽ ഇയാൾ എത്ര അനുഗ്രഹത്തിലായിരിക്കും. മാസത്തിൽ വാടക കൊടുക്കേണ്ടതില്ല, മറ്റുള്ള പ്രയാസങ്ങളില്ല, വീട്ടുവാതിൽക്കൽ വാടകയ്ക്ക് വേണ്ടി ആളുകൾ വരികയില്ല, വാടക കുടിശ്ശികയ്ക്ക് വേണ്ടി തർക്കിക്കുകയില്ല, ഒരു സമയം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോണം എന്ന് പറയുകയില്ല, ഒന്നുമില്ല. ഉള്ളതും കുടിച്ച് ഉള്ളതും കഴിച്ച് അവനവൻ്റെ സമ്പത്തിൽ അവനവൻ്റെ സൗകര്യത്തിൽ ഒതുങ്ങി സമാധാനത്തിൽ ജീവിക്കാം, കിടന്നുറങ്ങാം. നേരെ മുകളിലേക്ക് നോക്കിയാലോ ഇതൊന്നും അല്ലാത്തതായിട്ട് തോന്നും. അതുകൊണ്ട് താഴേക്ക് നോക്കുക. നമ്മളെക്കാൾ താഴേക്ക് നോക്കിയാൽ അൽഹംദുലില്ലാഹ് എത്ര സൗകര്യത്തിലാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സഹോദരങ്ങളെ, ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണമില്ലാത്ത പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. വീട്ടിലൊരു ഉപ്പില്ലാതായാൽ പ്രശ്നം ഉണ്ടാക്കാൻ തോന്നൂല, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ
ഉദ്ദേശിച്ചതുപോലെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രയാസം തോന്നുകയില്ല. കാരണം അതില്ലാത്ത ആളുകൾ ദുനിയാവിലുണ്ട്, നമ്മുടെ കൺമുന്നിലുണ്ട്, നമ്മൾ കാണാറുണ്ട്, നമ്മൾ അവരുടെ ദയനീയമായ കാഴ്ചകൾ കാണാറുണ്ട്, ശബ്ദം കേൾക്കാറുണ്ട്. എത്ര ആളുകളുണ്ട്. ആരോഗ്യത്തിലേക്ക് നോക്കൂ. നല്ല മസിലുള്ള ഒരാളെ നോക്കിയാൽ എനിക്കൊന്നുമില്ല എന്ന് തോന്നും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ആരോഗ്യം തന്നു എന്നൊരാൾ തിരിച്ചറിഞ്ഞാൽ കിട്ടിയ ആരോഗ്യം എത്ര അൽഹംദുലില്ലാ, എത്ര ഖൈറാണ് എന്ന് തോന്നും. രോഗമില്ലാത്ത അവസ്ഥ, നല്ല ആരോഗ്യം, ആഫിയത്ത്, സൗഖ്യം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ നമ്മൾ നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം എന്നത് വലിയ തിരിച്ചറിവാണ്. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ തോന്നുക. അപ്പോഴാണ് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് തോന്നുകയുള്ളൂ. നമുക്ക് എപ്പോഴും പരാതിയായിരിക്കും. മുതിർന്ന വലിയ വലിയ ആളുകളിലേക്ക് നോക്കിയാൽ നമ്മുടെ പരാതി അവസാനിക്കുകയില്ല. വലിയ കച്ചവടക്കാരനിലേക്ക് നോക്കിയിട്ട് വെട്ടി നോക്കി എൻ്റെ കച്ചവടം ഒന്നുമില്ല എന്ന് വിചാരിക്കുമ്പോൾ റോഡരികിൽ, വഴിയരികിൽ അങ്ങനെയുള്ള കച്ചവടക്കാരെ നോക്കൂ, അൽഹംദുലില്ലാ ഞാൻ എത്ര സുഖത്തിലാണ് എന്ന് ചിന്തിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. ഇത് സഹോദരങ്ങളെ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതൊരിക്കലും നിസാരവൽക്കരിക്കരുത്. അങ്ങനെ നിസാരവൽക്കരിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കലാണ്. അത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കലാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ ആ അനുഗ്രഹങ്ങൾ ഊരിയെടുക്കപ്പെടും, അത് ശിക്ഷയായി ഭവിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഇന്ന അദാബി ലശദീദ് എന്ന് താക്കീത് ചെയ്തത്. ഒരാളുടെ ദുനിയാവും ആഖിറത്തും നശിക്കാൻ അത് മതിയായതാണ്. ഒരാളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. കാരണം അള്ളാഹുവിനെ കുറിച്ച് മോശമായ ചിന്ത, മോശമായ വിചാരം മനസ്സിലേക്ക് കടന്നു വരും. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പോകും. നന്ദികേട് കാണിക്കുന്ന അവസ്ഥയിലെത്തിപ്പോകും. മറിച്ച് നന്ദിയാണ് കാണിക്കേണ്ടത്. അങ്ങനെ നന്ദി കാണിച്ചാലോ ലഇൻ ശകർതും ലഅസീദന്നക്കും, അള്ളാഹു അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കാരണത്താൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനനുസരിച്ച് അതിന് വർധനമുണ്ടാകും. എങ്ങനെയാണ് സഹോദരങ്ങളെ നന്ദി കാണിക്കേണ്ടത്? നാവ് കൊണ്ട് നന്ദി കാണിക്കാനുണ്ട്. അൽഹംദുലില്ലാ എന്ന നന്ദിയുടെ വാക്ക് അത് പറയേണ്ടതുണ്ട്. നമ്മൾ ഒരു അനുഗ്രഹം വന്നു കിട്ടിയാൽ എപ്പോഴാണ് അത് പറയാൻ സാധിക്കുക? കിട്ടിയത് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. കിട്ടിയത് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞാലേ നന്ദി കാണിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്കിതൊന്നും പോരാ, എന്നെ അള്ളാഹു പരിഗണിച്ചിട്ടില്ല, എന്നെ മാത്രം എന്താ അള്ളാഹു ഇങ്ങനെ ആക്കിയത് എന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ഒരുത്തം പറഞ്ഞാൽ അവന് നന്ദി കാണിക്കാൻ പറ്റുമോ? അവന് അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നുകയില്ല. അവനൊരിക്കലും തൃപ്തിയാവുകയില്ല, മതിയാവുകയില്ല. നേരെ മറിച്ച് താഴേക്ക് നോക്കിയാലോ, നേരത്തെ പറഞ്ഞ വാഹനത്തിൻ്റെ ഉദാഹരണം, ഇല്ലാത്ത ഒരാളിലേക്ക് നോക്കൂ, നമുക്ക് കിട്ടിയ എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തോന്നും. ഒന്നുമില്ലാത്ത നടന്നു പോകുന്ന ഒരാളെ നോക്കിയാൽ ഒരു സൈക്കിളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നടക്കാതെ പോകാമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അൽഹംദുലില്ലാ. മുകളിലേക്ക് നോക്കിയാലോ കിട്ടിയൊന്നും ഒരിക്കലും തികയുകയില്ല. മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണത്. പക്ഷെ അതൊരു മുഅ്മിനിന് യോജിച്ചതല്ല. ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവനാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു ഗോത്രത്തെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. സബ ഗോത്രക്കാർ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സബ എന്ന് ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സബ എന്നത് യമനിലെ ഒരു ഗോത്രമാണ്. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സബഅുകാർക്ക് അവരുടെ താമസ സ്ഥലങ്ങളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹു വലിയ ആയത്ത് ദൃഷ്ടാന്തം നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് കാരണം?
ജന്നതാനി അൻ യമീനിൻ വശിമാൽ, അവരുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും വലിയ ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടു ഭാഗത്തും വെള്ളം സംഭരിച്ച് വലിയ ഡാമുകളാക്കി നിർത്തിയിരുന്നു. അതിൽ നിന്ന് അവരുടെ തോട്ടങ്ങളിലേക്ക് വെള്ളം ചെല്ലുകയും അങ്ങനെ വലിയ നല്ല കായ്കനികളുള്ള തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ, അവരുടെ ചരിത്രം അത്ഭുതകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ പൊതിഞ്ഞിരിക്കുന്നു. അള്ളാഹു എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു, കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വഷ്കുറൂ ലഹു, നിങ്ങൾ അള്ളാഹുവിന് അവന് നന്ദി കാണിക്കുകയും ചെയ്യുക. ബൽദത്തുൻ തയ്യിബ, വിശിഷ്ടമായ നല്ല ഒരു നാട്. വറബ്ബുൻ ഗഫൂർ, ഏറെ പാപങ്ങൾ പൊറുക്കുന്ന റബ്ബും. എന്തായിരിക്കും ആ നാട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറയുന്നു ബൽദത്തുൻ തയ്യിബ, വിശിഷ്ടമായ നാട്, സമ്പൽ സമൃദ്ധമായ നാട്, സുഖങ്ങൾ കൊണ്ട് അള്ളാഹു മൂടിപ്പൊതിഞ്ഞ നാട്. അവരുടെ റബ്ബോ ഗഫൂർ, പാപങ്ങൾ പുറത്തു നൽകുന്ന ഒരു റബ്ബ്. അങ്ങനെയുള്ളൊരു നാട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്ര സുഖകരമായിരുന്നു സബഅ ഗോത്രക്കാരുടെ അവസ്ഥ. എന്നാൽ ഫഅഅറദു, അവർ തിരിഞ്ഞളഞ്ഞു, അവർ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചു. അള്ളാഹു അവരെ ശിക്ഷിക്കുകയുണ്ടായി. ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, അവരാ കെട്ടി നിർത്തിയ രണ്ട് വലിയ ജലസ്രോതസ്സുകൾ, ആ ഡാമുകൾ വലിയ ജലപ്രവാഹമായി അവരിലേക്ക് വരികയുണ്ടായി. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ആ ജലപ്രവാഹം അങ്ങ് വന്നപ്പോൾ നല്ല കായ്കനികൾ ഉണ്ടായിരുന്ന, ഫലങ്ങളുണ്ടായിരുന്ന, പൂന്തോട്ടങ്ങളുണ്ടായിരുന്ന അവരുടെ ആ തോട്ടങ്ങളെല്ലാം നേരെ കീഴ്മേൽ മറിയുകയുണ്ടായി, നശിച്ചുപോയി. പിന്നീട് വിശിഷ്ടമായ കായ്കനികൾക്ക്, പഴവർഗ്ഗങ്ങൾക്ക്, ഫലങ്ങൾക്ക് പകരം കയ്പേറിയ ഫലങ്ങളും കാറ്റാടി മരങ്ങളും വാഗമരങ്ങളും, ഒന്നിനും കൊള്ളാത്ത മുള്ളുകൾ നിറഞ്ഞ അങ്ങനെയുള്ള ചില മരങ്ങൾ ആയി അത് മാറുകയുണ്ടായി. അല്ലാഹു പറയുന്നു ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ. നിഷേധികളായ ആളുകൾക്ക് നാം അപ്രകാരമാണ് പ്രതിഫലം നൽകുക, നന്ദി കെട്ടവർക്കല്ലാതെ നാം ഇതുപോലെ പ്രതിഫലം നൽകുമോ? സഹോദരങ്ങളെ, തഫ്സീറുകളിൽ കാണാം, വലതുഭാഗത്തും ഇടതുഭാഗത്തും ജലസ്രോതസ്സുകളും വലിയ തോട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ചരിത്രത്തിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അന്നൽ മർഅത കാനത് തംശി തഹ്തൽ അസ്ജാരി വഅലാ റഅസിഹാ മിക്തലുൻ ഔ സിംബീലുൻ. അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ അവരുടെ തലയിൽ പഴങ്ങൾ പറിച്ചിടാനുള്ള കൊട്ട അല്ലെങ്കിൽ അതുപോലെയുള്ള വല്ലതും വെച്ചുകൊണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ ഒന്ന് നടന്നുപോയാൽ മതി. ഫയതസാഖതു മിനൽ അസ്ജാരി ഫീ ദാലിക മാ യംലഉഹു മിൻ ഗൈരി അൻ യഹ്താജ ഇലാ കുൽഫത്തിൻ വലാ ഖുത്താഫ് ലികസ്റതിഹി വനുൽജിഹി വസ്തിവാഇഹി. ഒരു പ്രയാസവുമില്ലാതെ, കൈയൊന്ന് ചലിപ്പിക്കാതെ, ഒന്ന് പറിക്കേണ്ട, പിടിച്ചു വലിക്കേണ്ട ഒരാവശ്യമില്ല, ആ തോട്ടത്തിലൂടെ ഒരു കൊട്ടയും തലയിലേന്തി ഒരു പെണ്ണ് നടന്ന് തിരിച്ചു വരുമ്പോൾ ആ കൊട്ട നിറയുമായിരുന്നു. എന്തായിരിക്കും ആ തോട്ടത്തിൻ്റെ അവസ്ഥ? അങ്ങനെ സമൃദ്ധമായിരുന്നു. ഇനിയോ അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വീണ്ടും, വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറ. യമനിൽ നിന്ന് ഷാമിലേക്ക്, ഇന്നത്തെ സിറിയ, ഫലസ്തീൻ, ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ യാത്രക്കിടയിൽ അടുത്തടുത്തായി അവർക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ ചെറിയ സ്ഥലങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു യാത്ര എളുപ്പമാകാൻ. അവിടെ ഇറങ്ങി അവർക്ക് റെസ്റ്റ് എടുക്കാം, വിശ്രമിക്കാം.
ആ നാടുകളിൽ ഇറങ്ങി അവർക്ക് വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കാം, ഒരൽപ്പം കിടന്നുറങ്ങാം, എന്നിട്ട് യാത്ര തുടരാം. ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. വഖദ്ദർനാ ഫീഹ സൈർ, അവർക്ക് അള്ളാഹു യാത്ര എളുപ്പമാക്കി കൊടുത്തു. യാത്രക്ക് വേണ്ടി അള്ളാഹു ഇങ്ങനെ സംവിധാനിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ, പകലുകളില്ലാതെ, രാത്രിയായാലും ശരി പകലായാലും ശരി, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. നോക്കൂ, നിങ്ങൾ ജീവിക്കുന്ന നാട് സമ്പൽ സമൃദ്ധം. അവർക്കിനി യാത്ര ചെയ്യേണ്ടി വന്നാൽ നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാം. സുഖകരമായ അവസ്ഥകൾ ഇതൊക്കെ കിട്ടി, അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയവർക്ക്. പക്ഷെ അവർ തിരിഞ്ഞു കളഞ്ഞു, അവർ നന്ദികേട് കാണിച്ചു. അവരുടെ നന്ദികേടിൻ്റെ കടുപ്പം അവർ പ്രാർത്ഥിക്കുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, അല്ലാഹുവേ, നമുക്ക് ഈ എളുപ്പം കിട്ടിയ യാത്ര ഉണ്ടല്ലോ, ഇതൊന്ന് നീ ഒന്ന് അകലം കൂട്ടണം. ഈ അടുപ്പം നമുക്ക് വേണ്ടില്ല, കുറച്ച് അകൽച്ച നീ നൽകിയാലോ. നോക്കൂ, അനുഗ്രഹങ്ങൾ അതവർക്ക് മടുപ്പ് തോന്നി, അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചു. അള്ളാഹു പറയുകയാണ്, വദലമു അൻഫുസഹും, അവർ അവരുടെ സ്വന്തത്തോട് തന്നെ അതിക്രമങ്ങൾ കാണിച്ചു. ഫജഅൽനാഹും അഹാദീസ്, ഈ നന്ദികേട് കാരണത്താൽ, കുഫ്ർ കാരണത്താൽ, നിഷേധം കാരണത്താൽ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ അള്ളാഹു ആക്കി തീർത്തു. അങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കൗമുണ്ടായിരുന്നു, അവർക്കിങ്ങനെയൊക്കെ അള്ളാഹു നൽകിയിരുന്നു എന്നിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ആളുകൾ പിൽക്കാലത്ത് പറയാൻ മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു. സഹോദരങ്ങളെ, എന്താണ് ഈ ചരിത്രത്തിൽ നിന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്? എന്താണ് അള്ളാഹു പഠിപ്പിച്ചത്? ശേഷം അള്ളാഹു പറയുന്നു, വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, അവർ ഛിന്ന ഭിന്നമായിപ്പോയി, അവരൊന്നിനും കൊള്ളാത്തവരായിപ്പോയി. അള്ളാഹു പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ, തീർച്ചയായും ഈ സബഅുകാരുടെ ചരിത്രത്തിൽ ക്ഷമിക്കുന്ന, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹു മൂടിപ്പൊതിഞ്ഞൊരു സമുദായം, ഒരു സമൂഹം പിന്നീട് കഥാവശേഷമായി പോയി. അള്ളാഹു അവരുടെ അനുഗ്രഹങ്ങൾ ഊരിയെടുത്തു. എന്താണ് കാരണം? അനുഗ്രഹങ്ങൾ അവർക്ക് നിസാരമായി തോന്നി. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി കാണിച്ചില്ല. ഇത് നമുക്കിതിൽ വലിയ പാഠമുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹവും, നമ്മുടെ ദീനിൻ്റെ കാര്യമാവട്ടെ, നമ്മുടെ ദുനിയാവാവട്ടെ, നമ്മുടെ സാമ്പത്തിക രംഗമാവട്ടെ, നമ്മുടെ കച്ചവടമാകട്ടെ, നമ്മുടെ ശരീരമാവട്ടെ, നമ്മുടെ വസ്ത്രമാവട്ടെ, ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നവരായിരിക്കണം. നന്ദി കേട് കാണിച്ചാൽ, അനുഗ്രഹങ്ങൾ മടുത്തുപോയാൽ അള്ളാഹു അത് ശിക്ഷയായി മാറ്റും. അനുഗ്രഹങ്ങൾ മടുത്തുപോയാൽ സ്വാഭാവികമായി നന്ദിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അത് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങാൻ കാരണമായി തീരും. അനുഗ്രഹങ്ങൾ അള്ളാഹു ഊരിയെടുക്കും. ഈ അവസ്ഥയിൽ ജീവിച്ച ആളുകളുടെ ഒരു മാറ്റം നിങ്ങൾ നോക്കൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുതിർന്ന ആളുകൾ, പ്രത്യേകിച്ച് വാപ്പമാർ, ഉപ്പമാർ ശ്രദ്ധിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏത് ചെറിയ കാര്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മക്കൾക്ക്. അല്ലെങ്കിൽ മക്കൾ പുറത്ത് നിന്നിട്ട് മറ്റവൻ്റെ വീട് നോക്കും, എന്താ നമ്മളെ വാപ്പാനൊക്കെ ഒരു ഗുണമില്ല, ഒരു കാര്യമില്ല ഇയാളെ കൊണ്ട് എന്ന് പിൽക്കാലത്ത് മക്കൾ പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഒരു ചെറിയ നിഅമത്തായാൽ പോലും, മോനെ ഇത് അള്ളാഹു നൽകിയതാണ്, ഇത് നന്ദി കാണിക്കേണ്ടവനാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ, നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന്, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കൾ പറയുമ്പോൾ, ഭാര്യ പറയുമ്പോൾ ലോൺ എടുത്ത് കടം വാങ്ങിയിട്ട് തോന്നിയ പോലെ ചെയ്യലല്ല. അപ്പോൾ ഒരു വിചാരിക്കും ഇത് എവിടുന്നോ വാപ്പ പറിച്ചുകൊണ്ടിരുന്നാണ്, അല്ല ഇതിനൊക്കെ മെനക്കേടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം.
അപ്പോഴേ ഇതൊക്കെ അനുഗ്രഹമായിട്ട് അവർക്ക് തോന്നുള്ളൂ, അപ്പോഴതിന് നന്ദി കാണിക്കണം എന്ന് തോന്നുള്ളൂ. മറ്റേത് വിളിക്കുമ്പോൾ ഇപ്പോൾ എളുപ്പമാണല്ലോ, പൈസ കൈ കൊടുക്കേണ്ടില്ല, പാസ്വേഡ് അടിച്ചാൽ ഇപ്പുറത്തുള്ളത് അപ്പുറത്തെത്തി. അപ്പോൾ കിട്ടുന്ന ആൾ വിചാരിക്കും ഇതിങ്ങനെ കുറേ ഉണ്ട്, വെറുതെ കിട്ടുന്നതാണ്. അല്ല, ഇത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്, അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവരിലേക്ക്, മുതിർന്നവരിലേക്ക്, വലിയ മുന്തിയ ആളുകളിലേക്ക് നോക്കിയിട്ട് അള്ളാഹു നമുക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്ത്രീകൾക്ക് ബോധ്യമുണ്ടാവും, മറ്റോളെ വീട് നോക്കിയേ എത്ര വലുതാണ്, അതിൻ്റെ മുന്ന് മാറ്റി പൊളിച്ച് അത് വേറെ രൂപത്തിലാക്കി, അടുക്കള പൊളിച്ച് അപ്പുറത്താക്കി, മറ്റേത് പൊളിച്ച് സ്റ്റോർ റൂം പൊളിച്ച് ഇപ്പുറത്താക്കി, അത് ഈ കോലത്തിലാക്കി, മേലെ അങ്ങനാക്കി, ഇപ്പുറത്ത് പൂന്തോട്ടം ഉണ്ടാക്കി, പോർച്ച് അപ്പുറത്തേക്ക് മാറ്റി, ഗ്രില്ലിൻ്റെ ഗേറ്റിൻ്റെ കളറ് മാറ്റി, പുതിയ ഡിസൈനാക്കി ഒക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുക, ഇല്ലാത്ത ആളുകളിലേക്ക് നോക്കാൻ. വാടക വീട് കാണിച്ചു കൊടുക്കുക, അത് അവിടെ നിൽക്കുന്ന ആളുകളെ നോക്കാൻ പറയാം. എന്നിട്ട് ഇപ്പുറത്ത് നോക്കുക, അൽഹംദുലില്ലാ എന്ന് പറയാൻ പറഞ്ഞു കൊടുക്കുക ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സ്കൂട്ടറിൽ പോകുമ്പോൾ മോൻ പറയും ചിലപ്പോൾ, ഉപ്പാ കാറ് വാങ്ങിക്കൂടെ, എത്ര ആളുകളുണ്ട്, ലോണ് തരാൻ തയ്യാറാണ്. അപ്പോൾ നടന്നു പോകുന്ന ആളെ കാണിച്ചു കൊടുക്കുക, മോനെ നടന്നു പോകുന്ന ആൾ കണ്ട നീ വേർത്തൊലിച്ചിട്ട് എത്ര പ്രയാസത്തിലാണ് അയാൾ നടന്നു പോകുന്നത് നോക്കിയേ, നമ്മൾ കാറ്റും കൊണ്ടിട്ടാണ് പോകുന്നത്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളൂ എന്ന് പറയാം എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇങ്ങനൊരു സാധാരണ ഒരു വണ്ടിയിലാണ്, കാറിലാണ് പോകണമെങ്കിൽ വലിയ, ഇപ്പോഴത്തെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ബെൻസും BMW ഓഡിയൊക്കെ കണ്ടിട്ടിങ്ങനെ കുട്ടികൾ ചിലപ്പോൾ ബടായി വരും സ്കൂളിൽ, എൻ്റെ വാപ്പാക്ക് അതുണ്ട്, എൻ്റെ വാപ്പാക്ക് ഇതുണ്ട്. അപ്പം നമ്മളെ മക്കൾ വീട്ടിൽ വന്നിട്ട് പറയും, അപ്പോൾ ഓൻ്റെ വീട്ടിൽ ആ കാറുണ്ടോലും, ഓൻ്റെ വീട്ടിൽ ഈ കാറുണ്ടോലും, നമ്മളെ കാറ് മാറ്റിക്കൂടെയും ചോദിക്കും. നല്ല വണ്ടിയായിരിക്കും. മോനോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഓൻ പറയുന്നത് കളവാണ്, അവനൊക്കെ അങ്ങനെ ഉണ്ടാവില്ല, സാധ്യതയില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അൽഹംദുലില്ലാ, നമുക്ക് അള്ളാഹു തന്ന വാഹനം നോക്ക് എത്ര അനുഗ്രഹമാണ്. എന്നിട്ട് പുറത്തുള്ള ആളുകളെ കാണിച്ചു കൊടുക്കുക. നടന്നു പോകുന്ന ആളുകളുണ്ട്, ബസ്സിന് തിക്കി തിരക്കി ചവിട്ടും കുത്തും കൊണ്ടിട്ട് പോകുന്ന ആളുകളെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇടയ്ക്ക് ബസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്യിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ദുരിതവും ദുരന്തവും ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. വെയിൽ കൊള്ളിക്കണം, വെയിൽ കാണിച്ചു കൊടുക്കുക. മോനെ ഇതാ ഈ ചൂടിലാണ് ഒരുപാട് മനുഷ്യന്മാർ നടന്നു പോകുന്നത്, നമ്മളൊന്നുമില്ലെങ്കിൽ AC ഇട്ട് നല്ല സുഖത്തിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അൽഹംദുലില്ലാ എന്ന് പറയാൻ തോന്നുള്ളൂ. വലിയ വലിയ പത്രാസുള്ള രൂപത്തിലുള്ള വസ്ത്രങ്ങളും ഇതൊക്കെ കണ്ടിട്ട് ഒരു വാപ്പ നമുക്ക് അങ്ങനത്തെ ഡ്രസ്സ്, ഇങ്ങനത്തെ പാൻറ്റ്, കുട്ടികളെ വേറെ ലോകത്ത് പല നാടുകളിലും, പ്രത്യേകിച്ച് ഫലസ്തീൻ പോലെയുള്ള നാടുകൾ, അവിടുത്തെ വാർത്ത കാണിച്ചു കൊടുക്കാൻ മോനെ കണ്ട, പെരുന്നാൾക്ക് പോലും പുതിയ വസ്ത്രം ഇല്ലാതെ ഉള്ള വസ്ത്രം കൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണിത്. നമുക്ക് അൽഹംദുലില്ലാ പുതിയ വസ്ത്രമുണ്ട്, അത്തറുണ്ട്, അത്തറിൻ്റെ മണമുണ്ട്, നല്ല ഭക്ഷണമുണ്ട് അല്ലേ. വീട്ടിൽ രാവിലെ തന്നെ നേരം വെളുക്കുമ്പോൾ മിക്ക വീടുകളിലും യുദ്ധമായിരിക്കും. ആ ഭക്ഷണം പറ്റൂല, ഇത് പറ്റൂല, ആ കറി പറ്റൂല, ഈ കറി പറ്റൂല. പട്ടിണി കിടന്ന് എല്ലൊട്ടിയ ആളുകളെ കാണിച്ചു കൊടുക്കുക. അതാണ് ഒന്നുമില്ലാത്ത ആളുകളാണ്, ഒന്നുമില്ലാതെ പട്ടിണി കിടന്ന് പ്രയാസത്തിലാണ്. പട്ടിണി കിടന്ന് മരിച്ചുപോയ ആളുകളുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ പോലും. ഈ കാലഘട്ടത്തിൽ പോലും ഏതാണ് ഈ കാലഘട്ടം? ഭക്ഷണം കഴിച്ചിട്ട് തടിക്കുന്നതായിട്ട് ഭക്ഷണം കഴിക്കാത്ത കാലഘട്ടമാണിത്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കൂടുമോയെന്ന് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാലഘട്ടമാണിത്. പട്ടിണി കിടക്കുന്ന കാലഘട്ടമല്ല. ഈ കാലഘട്ടത്തിൽ പോലും വിശന്ന് പൊരിഞ്ഞ് മരിച്ച ആളുകളുണ്ടായിരുന്നു. ഇത് നമ്മൾ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണം, ഭാര്യക്കും മകനും മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് നിസാരവൽക്കരിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ താഴെ ഉള്ള ആളുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടില്ല. മുകളിൽ അങ്ങനെ പല ആളുകളുണ്ടാവും. അള്ളാഹു ദുനിയാവിൽ അവന് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ദുനിയാവ് കൊടുക്കും. പക്ഷേ ഈമാൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുള്ളൂ. അത് പറഞ്ഞു കൊടുക്കണം. മോനെ, സമ്പന്നരെ നോക്കുമ്പോൾ ആ സമ്പന്നത ഉള്ള ആളുകൾ അവരുള്ളതിൻ്റെ എത്രയോ ഇരട്ടി സമാധാനത്തിലാണ് നമ്മളുള്ളത്. ചില മുൻഗാമികൾ അവരുടെ ശിഷ്യന്മാർ വലിയ രാജാക്കന്മാരുടെ ബംഗ്ലാവുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു,
ലൗ അലിമൽ മുലൂക്ക് വ അബ്നാഉൽ മുലൂക്ക്, രാജാക്കന്മാർ, ഭരണാധികാരികൾ, അവരുടെ മക്കൾ നമ്മളുള്ള ഈ ഒരു അനുഗ്രഹം, നമ്മൾക്ക് അല്ലാഹു നൽകിയ ഈ ഒരു സമാധാനം അതിനെക്കുറിച്ചെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ അവർ വാളുമായി വന്ന് നമ്മളോട് അതിനുവേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. നിങ്ങൾ വലിയ വലിയ കോടീശ്വരന്മാരെ കണ്ടിട്ട് അന്തം വിട്ടു പോകേണ്ടതില്ല. നമ്മളുള്ളത് വലിയ നിഅമത്തിലാണ് മോനെ, മോളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മളുള്ളത് വലിയ അനുഗ്രഹങ്ങളിലാണ്, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിലാണ് അള്ളാഹു നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഏത് ചെറിയ അനുഗ്രഹവും ഒരിക്കലും നിസാരവൽക്കരിക്കരുത്. അള്ളാഹുവിൻ്റെ ആയത്ത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, ല ഇൻ ശകർത്തും ല അസീദന്നക്കും. ചില ആളുകൾ ഇപ്പോൾ അത് കാറിൽ എഴുതി വെക്കാറുണ്ട്. കാറിൽ എഴുതി വെക്കാനുള്ളതല്ല, ജീവിതത്തെ നടപ്പിലാക്കാനുള്ളതാണ്. നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്കത് വർദ്ധിപ്പിച്ചു നൽകും. അതിനുള്ളതാണത്. അള്ളാഹു ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൻ നഹ്ൽ. സൂറത്തുൻ നിഅം എന്നൊരു പേര് കൂടി അതിനുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു ആ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ സൂറത്ത്. അള്ളാഹു പറയുകയാണ്, യഅരിഫൂന നിഅമതല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു. സുമ്മ യുൻകിറൂനഹ, പിന്നെ അതിനെ നിഷേധിക്കുകയുണ്ടായി. ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് നിഷേധിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. വ അക്സറുഹുമുൽ കാഫിറൂൻ, അള്ളാഹു പറയുകയാണ് അവരിൽ അധിക പേരും സത്യനിഷേധികളായിപ്പോയി. സഹോദരങ്ങളെ, അതുകൊണ്ട് നോക്കൂ, വൻപാപങ്ങളിൽപ്പെട്ടതാണ് ഇസ്ദിറാഉൻ നിഅമ, അനുഗ്രഹങ്ങളെ ചെറുതാക്കി കാണുക എന്നുള്ളത്, നിസാരവൽക്കരിക്കുക എന്നുള്ളത്. ഒരിക്കലും അത് പാടില്ലാത്തതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹവും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലാതെ അത് നീങ്ങിപ്പോവുകയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ. അള്ളാഹു ഏതൊരു വിഭാഗത്തിന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയില്ല, അവർ അവരുടെ അവസ്ഥകളിൽ മാറ്റം വരുത്തിയാലല്ലാതെ. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തന്നു, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നന്ദികേട് കാണിച്ച് അങ്ങനെ നമ്മൾ ജീവിച്ചാൽ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായാൽ അള്ളാഹു അവൻ ചെയ്ത അനുഗ്രഹങ്ങളിലും മാറ്റം വരുത്തും. അതാണ് സബഅ ഗോത്രക്കാരുടെ ചരിത്രത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു വിഭാഗമാണോ അവരുടെ അവസ്ഥകൾക്ക് അള്ളാഹു മാറ്റങ്ങൾ വരുത്തുകയില്ല, അവർ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയാലല്ലാതെ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഒന്നാമതായി നാവ് കൊണ്ട് നന്ദി കാണിക്കണം, അഥവാ നന്ദിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട്. രണ്ടാമത്തേത് ഹൃദയം കൊണ്ട്, ഹൃദയത്തിൽ തിരിച്ചറിയണം നമ്മൾ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. അവൻ മാത്രമാണ് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്നവൻ. അവനല്ലാത്ത ഒരാളും നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തരാനില്ല. മൂന്നാമത്തേത് നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരം ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗങ്ങളിൽ വിനിയോഗിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മുടെ അവയവങ്ങളിൽ അതിന് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിച്ചാൽ മാത്രമേ അത് നിലനിർത്തി നൽകുകയുള്ളൂ. നന്ദികേട് കാണിച്ചാൽ അത് അള്ളാഹു ഊരിയെടുക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയിൽ നമുക്കിപ്രകാരം കാണാം,
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക്, നീ നൽകിയ സൗഖ്യം അത് മാറിപ്പോകുന്നതിൽ നിന്ന്, സൗഖ്യം, ആഫിയത്ത്, ആരോഗ്യം, കേൾവി, കാഴ്ച, ഇതൊക്കെ മാറി ഈ രോഗാവസ്ഥയിൽ എത്തിച്ചേരുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വഫുജാഅതി നിഖ്മതിക്, അല്ലാഹുവേ പൊടുന്നനെയുള്ള നിൻ്റെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വജമീഇ സഖതിക്, അല്ലാഹുവേ നിൻ്റെ എല്ലാ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, ആഫിയത്ത് മാറി അത് പരീക്ഷണമായി പോകുന്നതിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാർത്ഥനയാണിത്. കാണാതെ അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക ആണ് പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏതൊരു അനുഗ്രഹമുണ്ടോ അതിന് നമ്മൾ നന്ദി കാണിക്കുന്നവരായി തീരുക. ഒരിക്കലും നന്ദികേട് കാണിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. അഥവാ ഇസ്ദിറാഉ നിഅമ, അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുക, അതിനെ നിസാരവൽക്കരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള നന്ദികേടിൽ പെട്ടതാണ്. ഈ അദ്ധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, വൽ ഇസ്തിഖ്ഫാഫു ബിഹുറുമാത്തില്ലാ, അള്ളാഹു പവിത്രമാക്കിയത്, അള്ളാഹു ഹറാമാക്കിയത് അതിനെ വില കുറച്ച് കാണൽ. ഈ പറഞ്ഞതുപോലെ തന്നെ അൽ ഇസ്തിഖ്ഫാഫ് എന്നാൽ ഗാംഭീര്യതയില്ലാതെ വില കുറച്ച് കാണുക, പരിഗണിക്കാതിരിക്കുക, അതിന് വില നൽകാതിരിക്കുക. അള്ളാഹുവിൻ്റെ ഹുറുമാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാർ അതിനെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു അവൻ്റെ അടിമകളുടെ മേൽ ഹറാമാക്കിയ കാര്യങ്ങൾക്ക് ഹുറുമാത്ത് എന്ന് പറയും. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഏതൊരു കാര്യം അവൻ്റെ അടിമകളിൽ നിന്ന് വിലക്കിയോ അത് അള്ളാഹുവിൻ്റെ ഹുറുമാത്താണ്, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പാണ്. രണ്ടാമത്തൊരു കാര്യമെന്നത് അള്ളാഹു അവൻ്റെ ദീനിൽ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ, ദീനിലെ നിയമങ്ങൾ, അതിന് ഹുറുമാത്ത് എന്ന് പറയും. അള്ളാഹു പവിത്രമാക്കിയത് എന്ന അർത്ഥത്തിൽ. അള്ളാഹു പറഞ്ഞു, ദാലിക വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാ, സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം. ആരാണോ അള്ളാഹു ഹറാമാക്കിയതിനെ, പവിത്രമാക്കിയതിനെ ആദരിക്കുന്നത്, ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അതാണ് അവന് ഏറ്റവും ഉത്തമം. അത് തഖ്വയിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയതിനെ ആദരിക്കൽ, ബഹുമാനിക്കൽ, അത് ഒരാളുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അപ്പം അള്ളാഹു കൽപ്പിച്ച ഏതൊരു കാര്യമുണ്ടോ സഹോദരങ്ങളെ, അതിനെ നിസാരവൽക്കരിക്കരുത്, അതിനെ വില കുറച്ച് കാണരുത്, അതിനെ അവഗണിച്ച് കളയരുത്. അൽ ഇസ്തിഖ്ഫാഫു ബിഹുറുമാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു പവിത്രമാക്കിയതിനെ അവഗണിക്കുക അല്ലെങ്കിൽ നിസാരവൽക്കരിക്കുക ഒരിക്കലും പാടില്ലാത്തതാണ്. അത് വൻപാപമാണ്. ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്, ഇത് ദീനാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്നു പറയൽ വൻപാപമാണ്. അതിനെ നിസാരവൽക്കരിക്കൽ വൻപാപമാണ്, അതിനെ അവഗണിച്ചു കളയൽ വൻപാപമാണ്. അതുപോലെ അള്ളാഹു വിലക്കിയ ഒരു കാര്യം, അള്ളാഹു ഇന്നത് വിലക്കിയിരിക്കുന്നു, അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് ഈ സാഹചര്യത്തിന് യോജിക്കോ, നാട്ടുകാരെന്ത് വിചാരിക്കും, ആളുകൾ എന്തു പറയും, ഇങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അവൻ്റെ വിലക്കുകളെയും നിസാരവൽക്കരിക്കുക, അവഗണിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഷെയ്ഖ് റഹിമഹുല്ലാ 41-ാമത്തെ അധ്യായത്തിൽ വൻപാപങ്ങളായി എണ്ണിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസവും തുറവിയും ഷിഫാവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.